ഞാൻ എന്നുള്ളത് ഒരു മക്കാമിലാണ് കേട്ടോ. മഹാനായ കക്കടിപ്പുറം അബൂബക്കർ ഉസ്താദിൻ്റെ ഒരു മക്കാമിലാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. ഇങ്ങോട്ട് വരണം എന്ന് കരുതിയിട്ട് വന്നതല്ല, മറ്റൊരാവശ്യത്തിന് ഇതുവഴി വന്നപ്പോൾ ഇവിടെയും കൂടി കയറാം എന്ന് വിചാരിച്ച് അങ്ങനെ എത്തിയതാണ്. ഏതായാലും ഈ ഒരു മക്കാമിനെ പറ്റി അല്പം ചില കാര്യങ്ങൾ നമുക്ക് നോക്കാം. മെയിൻ റോഡിൽ നിന്ന് കുറച്ച് ഉള്ളോട്ട് കയറിയിട്ടാണ് കേട്ടോ ഈ ഒരു മക്കാമ് സ്ഥിതി ചെയ്യുന്നത്. ശാന്തസുന്ദരമായിട്ടുള്ള ഒരു പ്രകൃതിയൊക്കെ ചേർന്നിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ ഒരു മക്കാമും ചുറ്റുപാടും എന്നൊക്കെ പറയുന്നത്. ഏതായാലും ഇക്കൂരത്ത് വളപ്പിൽ എന്ന തറവാട്ടിലെ സന്തതിയാണ് മഹാനായ കക്കടിപ്പുറം അബൂബക്കർ മുസ്ലിയാർ റളിയല്ലാഹു അൻഹു. ധാരാളം ആലിമുകളെയും സൂഫിമാരെയും സംഭാവന ചെയ്തിട്ടുള്ള തറവാടാണ് ഇക്കൂരത്ത് വളപ്പ്. കക്കടിപ്പുറം പരിസര പ്രദേശങ്ങളിലും മൊല്ലപ്പാപ്പ എന്ന് ആദരപൂർവ്വം വിളിക്കപ്പെട്ടിരുന്ന ഇക്കൂരത്ത് വളപ്പിൽ അബ്ദുള്ള റളിയല്ലാഹു അൻഹു ആണ് കക്കടിപ്പുറം ഷെയ്ഖുനായുടെ പിതാവ്. ദീനിൻ്റെ പ്രാഥമിക പാഠങ്ങളും ഖുർആൻ പാരായണവും തൻ്റെ ശിഷ്യഗണങ്ങൾക്ക് പകർന്നു കൊടുക്കുന്ന ഗുരുനാഥൻ ആയിരുന്നു മൊല്ലപ്പാപ്പ. അള്ളാഹുവിൻ്റെ പൊരുത്തം ലക്ഷ്യമാക്കിക്കൊണ്ട് ദീനി വിജ്ഞാനങ്ങൾ പകർന്നു കൊടുക്കുന്ന ഒരു ഔന്നിത്യമുള്ള ഗുരുവര്യൻ്റെ രണ്ടാമത്തെ പുത്രനാണ് 20-ാം നൂറ്റാണ്ടിലെ ആത്മീയ പ്രകാശമായി പ്രക്ഷോഭിച്ച മഹാനായ കക്കടിപ്പുറം അബൂബക്കർ മുസ്ലിയാർ റളിയല്ലാഹു അൻഹു. സൂഫി വര്യനായ പിതാവിൽ നിന്ന് തന്നെ ഖുർആൻ പാരായണവും ദീനിൻ്റെ ബാലപാഠങ്ങളും കരസ്ഥമാക്കി. മാതാവ് ചെറിയോത്ത് വളപ്പിൽ മമ്മാലി എന്നിവരുടെ മൂത്ത മകൾ ഫാത്തിമ എന്നിവരാണ്. ഞാൻ പറഞ്ഞല്ലോ, മെയിൻ റൂട്ടിൽ നിന്ന് കുറച്ച് ഉള്ളോട്ട് കയറിയിട്ടാണോ ഈ ഒരു മക്കാമുള്ളത്. അപ്പോൾ നമുക്ക് വരുന്നവർക്കൊക്കെ വളരെ സന്തോഷമായിട്ട് തന്നെ വരാം. തിരക്കു കാര്യങ്ങളൊന്നുമില്ല ഞാനിവിടെ എത്തിയ സമയത്ത്. ഏതായാലും വിത്ത് വിതക്കുന്ന ഭൂമിയും ഫലപ്രദമാണെങ്കിൽ വിള നന്നായിരിക്കുമല്ലോ. അതുതന്നെയാണ് കക്കടിപ്പുറം ഷെയ്ഖുനായുടെ ചരിത്രം. ആത്മജ്ഞാനത്തിൻ്റെ സ്രോതസ്സാവാൻ അള്ളാഹു തിരഞ്ഞെടുത്തതിൻ്റെ ലക്ഷണങ്ങളെല്ലാം അവിടുത്തെ ജനനത്തിലുണ്ടായിരുന്നു. ഖുർആനും ഇസ്ലാമിക ബാലപാഠങ്ങളും പഠിക്കുന്നതോടൊപ്പം ഭൗതിക വിദ്യാഭ്യാസവും ഷെയ്ഖുന കരസ്ഥമാക്കി. മാതൃഭാഷ മാത്രമല്ല, ഇംഗ്ലീഷ് എഴുതാനും വായിക്കാനും കൂടി അബൂബക്കർ മുസ്ലിയാർ പരിജ്ഞാനം നേടിയിരുന്നു. കക്കടിപ്പുറം ഷെയ്ഖുനായുടെ 13-ാമത്തെ വയസ്സിൽ അവിടുത്തെ ക്രാന്തദർശിയായ പിതാവ് മഹാനവറുകളെ ഒരു ആത്മജ്ഞാനിയുടെ കയ്യിൽ ഏൽപ്പിച്ചു. അറക്കൽ മൂപ്പർ എന്നറിയപ്പെടുന്ന അൽ ആരിഫ് ബില്ല അഷെയ്ഖ് കുഞ്ഞിമൽക്കാൻ മുസ്ലിയാർ റളിയല്ലാഹു അൻഹു അവരുടെ ശിക്ഷണത്തിൽ 14 വർഷത്തോളം മഹാനവറുകൾ കഴിഞ്ഞുകൂടി. മുറബിയായ ഷെയ്ഖും ഫഖീയും മുഫ്തിയുമായ ആ ജ്ഞാനസമുദ്രം ഷെയ്ഖുനാക്ക് ബാഹ്യവും ആന്തരികവുമായ വിജ്ഞാനങ്ങൾ നൽകി. ശരീഅത്തിലും ത്വരീഖത്തിലും കുഞ്ഞിമൽക്കാൻ ഉസ്താദിൻ്റെ ശിഷ്യത്തിൽ കക്കടിപ്പുറം ഷെയ്ഖുന നീണ്ട 14 വർഷങ്ങൾ സഹായിച്ചു കേട്ടോ. ഉയർന്ന കിതാബുകൾ പഠിക്കാനായി കേരളത്തിൻ്റെ നാനാഭാഗത്തു നിന്നും വിദ്യാർത്ഥികൾ എത്തുന്ന ദർസ് ആയിരുന്നു അറക്കൽ മൂപ്പരുടേത്. അറക്കൽ ദർസിൽ പ്രാഥമിക കിതാബുകൾ പഠിപ്പിക്കാൻ മുതിർന്ന മുത്തഅല്ലിമുകളെയാണ് ഉണ്ടായിരുന്നത്. ഉയർന്ന കിതാബുകൾ മാത്രമാണ് കുഞ്ഞിമൽക്കാൻ ഉസ്താദ് നേരിട്ട് പഠിപ്പിച്ചിരുന്നത്. ഷെയ്ഖുനായുടെ ജ്ഞാനത്തിനുള്ള പ്രത്യേക വൈഭവവും പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കാനുള്ള നിഷ്ഠയും മഹാനവറുടെ ഉസ്താദായ മാമു മുസ്ലിയാരെ നന്നായി ആകർഷിച്ചു. ഏറെ വൈകാതെ വലിയ ഉസ്താദായ അറക്കൽ മൂപ്പരുടെ അടുത്തും കക്കടിപ്പുറം ഷെയ്ഖുനായുടെ വ്യക്തിത്വം ശ്രദ്ധിക്കപ്പെട്ടിട്ടോ. അൽഫിയ മുതൽക്കുള്ള പഠനങ്ങൾ എല്ലാം അറക്കൽ മൂപ്പരുടെ നേരിട്ടുള്ള തഅലീമിലും തർബിയത്തിലുമായിരുന്നു. ബാഹ്യവും ആന്തരികവുമായ വിജ്ഞാനങ്ങളുടെ പാരവാരമായി ഷെയ്ഖുന വളർന്നു. തന്നെ വിൽപ്പത്തിക്കനുസരിച്ച് ജീവിക്കാനുള്ള തസ്കിയത്തും തർബിയത്തും കൂടി കരസ്ഥമാക്കിയ മഹാൻവറുകൾ ഖാദിരിയ, റിഫായിയ, ബഹലവിയ പോലെയുള്ള ത്വരീഖത്തിലൂടെ ഇജാദത്തുകളും കരസ്ഥമാക്കിയിരുന്നു. ഷെയ്ഖുൽ ദലായിൽ എന്ന സ്ഥാനപ്പേരിൽ അറിയപ്പെടുന്നവർ ചരിത്രത്തിൽ വളരെ ചുരുക്കമേ ഉള്ളൂ. അവരിൽ തന്നെ ഭൂരിഭാഗവും അറബികളുമാണ്. എന്നാൽ കേരളത്തിൽ നിന്ന് ആ സ്ഥാനപ്പേരിന് യഥാവിധി അർഹനായ ഒരേ ഒരാളെ നമുക്കറിയൂ. ഷെയ്ഖുൽ മശായിഖ് കക്കടിപ്പുറം അബൂബക്കർ മുസ്ലിയാർ റളിയല്ലാഹു അൻഹു. ഇമാം ജസൂലി റളിയല്ലാഹുവിൻ്റെ ദലായിലുൽ ഖൈറാത്ത് എന്ന സലാത്ത് കിതാബിൻ്റെ പ്രേരണവും പ്രചാരകരായിരുന്നു മഹാൻവറുകൾ. കക്കടിപ്പുറം ഷെയ്ഖിൻ്റെ ഉസ്താദായ ഷെയ്ഖ് അറക്കൽ മൂപ്പരാണ് ദലായിലുൽ ഖൈറാത്തിൻ്റെ ഇജാസത്തും ഖിലാഫത്തും മഹാൻവറുകൾക്ക് നൽകിയത്. കേരളത്തിലെ ഉലമാകൾക്കിടയിലും സാധാരണക്കാർക്കിടയിലും ദലായിലിന് ഇത്രയേറെ സ്വീകാര്യതയും പ്രചാരവും കൈവന്നത് കക്കടിപ്പുറം മൂപ്പയിലൂടെയാണെന്നത് ചരിത്രമാണ് കേട്ടോ. ദലായിൽ പതിവാക്കിയാൽ എന്താണ് ഉണ്ടാവുക എന്ന ചോദ്യത്തിന് ഉത്തരമായിരുന്നു മഹാനവറുകളുടെ ജീവിതം. അത് കണ്ട് മോഹിച്ചാണ് അധിക പേരും ദലായിലിൻ്റെ ഇജാസത്ത് മേടിക്കാൻ മുന്നോട്ട് വന്നതും. പതിവാക്കിയാൻ തുടങ്ങിയാൽ സൂഫി ത്വരീഖത്തുകളുമായി എല്ലാ ബന്ധമുണ്ടായിട്ടും മഹാനവറുകൾ അറിയപ്പെട്ടത് ദലായിലിൻ്റെ ആളായിട്ടാണ്. കക്കടിപ്പുറം മൂപ്പരിൽ നിന്നും ദലായിലിൻ്റെ ഇജാസത്ത് സ്വീകരിച്ചവരെ എണ്ണിക്കണക്കാൻ പ്രയാസമാണ്. അവരിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവരും വഫാത്തായവരുമുണ്ട്. മഹാനായ ഉള്ളാൾ തങ്ങളുപ്പാപ്പ, MA ഉസ്താദ്, ഷിർശേരി ഉസ്താദ്, രാമന്തളി തങ്ങൾ, ഷെയ്ഖുന മമ്മിക്കുട്ടി അസറത്ത്,
അൽ ഉസ്താദ് മുഹമ്മദ് അബ്ദുൽ ബാരി ഫാലി, ഷെയ്ഖുന മാത്തൂർ ഉസ്താദ് തുടങ്ങിയവർ അവരിൽ ചിലർ മാത്രമാണ്. മഹാനായ കക്കടിപ്പുറം ഷെയ്ഖുനയുടെ സ്വഭാവങ്ങളും രീതികളും എടയൂർ മരക്കാർ മുസ്ലിയാർ എന്നൊരു ഉസ്താദ് പറയുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഫർള് നിസ്കാരങ്ങളുടെ സമയമാകും മുമ്പ് തന്നെ വുളൂ ചെയ്ത് തയ്യാറായിരിക്കും. വക്ത് ആയാൽ ഉടനെ ആരുമില്ലെങ്കിൽ മാനവറകൾ തന്നെ ബാങ്ക് കൊടുത്ത് സുന്നത്ത് നിസ്കരിക്കും. ഉടനെ കക്കടിപ്പുറം മൂപ്പർ തന്നെ ഇക്കാമത്തും കൊടുക്കും, പിന്നെ ഇമാമും. അങ്ങനെയാട്ടോ ഏകദേശം കാര്യങ്ങൾ എന്ന് പറയുന്നത്. മഹാനവറുടെ ജീവിതകാലത്തും ഈ ലോകത്തോട് വിട പറഞ്ഞതിന് ശേഷവും ഒട്ടനവധി അത്ഭുത സംഭവങ്ങൾ നടന്നിട്ടുണ്ട് കേട്ടോ. ഒരിക്കൽ മഹാനവറുകൾ ജുമ്മക്ക് പൊന്നാനിയിലേക്ക് പോവുകയായിരുന്നു. പന്താവൂർ ബസ് സ്റ്റോപ്പിൽ നിന്ന് ഒരു ബസ്സിന് കൈ കാണിച്ചു. ബസ് നിർത്താതെ പോയപ്പോൾ അത് നമുക്കുള്ള ബസ് അല്ല എന്ന് മഹാനവറുകൾ പറഞ്ഞു. ഉടനെ അടുത്ത ബസ്സിൽ കയറി പോകുമ്പോൾ അത് ആദ്യം പോയ ബസ് വഴിയിൽ കേടുവന്ന് കിടക്കുന്നു. തിരുവിനടുത്തുള്ള ഒരാൾ മഹാനവറുകളെ കാണാൻ വന്നു. ഗൾഫിൽ പോകാൻ സമ്മതം ചോദിച്ചു. നീ ഗൾഫിൽ പോകണ്ട, പോയാൽ ഇവിടെ നോക്കാൻ ആളുണ്ടാകില്ല എന്ന് ഷെയ്ഖുന പറഞ്ഞു. അദ്ദേഹം മനോവിഷമത്തോടെ മടങ്ങി. മറ്റൊരവസരത്തിൽ വീണ്ടും ഇയാൾക്ക് പോകാൻ ഒരാഗ്രഹം. അങ്ങനെ ചാപ്പനങ്ങാടി ബാപ്പു ഉസ്താദിനെ സമീപിച്ചു. ഗൾഫിൽ പോകാൻ സമ്മതം തേടി. ഉടനെ ഷെയ്ഖുന ദേഷ്യപ്പെട്ട് പറഞ്ഞു, നിന്നോടല്ലേ ഒരാൾ ഗൾഫിൽ പോകണ്ട എന്ന് പറഞ്ഞത് എന്നും പറഞ്ഞ് അയാൾ നിരാശയോടെ തിരിച്ചു പോയിട്ട്. അങ്ങനെയാണ് മറ്റൊരു സംഭവം. വെങ്ങാട്ടുകാരനായ ഒരാൾ ഒരു വിസ കിട്ടാൻ പല ശ്രമങ്ങളും നടത്തി, പക്ഷേ വിസ കിട്ടുന്നില്ല. സങ്കടം പറഞ്ഞു. ഉടനെ ഷെയ്ഖുന പറഞ്ഞു, 15 ദിവസത്തിനുള്ളിൽ നിനക്ക് വിസ വരും. അതനുസരിച്ച് അദ്ദേഹം ഗൾഫിൽ പോവുകയും മെച്ചപ്പെട്ടു വരികയും ചെയ്തു കേട്ടോ. അങ്ങനെയാണ് മറ്റൊരു സംഭവം. വേറൊരു കാര്യം എന്താ വെച്ചാൽ, മൂത്രക്കല്ലിൻ്റെ അസുഖം ഉണ്ടായിരുന്ന ഒരാൾ പല ചികിത്സകളും നടത്തി, ഫലമുണ്ടായില്ല. വേദന കഠിനമാകുമ്പോൾ ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റായി ഇഞ്ചക്ഷൻ എടുക്കും. ഒരു ദിവസം മഹാനായ കക്കടിപ്പുറം ഉസ്താദിനെ കാണാൻ പോയി. ആ സമയത്താണെങ്കിൽ അവിടെ മറ്റൊരാളും ഉണ്ടായിരുന്നില്ലതാണോ. തൻ്റെ പ്രയാസത്തെപ്പറ്റി മഹാനവകളോട് പറയാനുള്ള അവസരമാണ് എന്ന് ആൾ മനസ്സിലാക്കി. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കാര്യം മഹാനവകളോട് പറഞ്ഞു. ഉടനെ ഷെയ്ഖുന പറഞ്ഞു, ഇവിടെ മരുന്നും ചികിത്സയും ഒന്നുമില്ല, ആശുപത്രിയിൽ പോയിക്കോളൂ. പരിസരം മറന്ന് വന്നയാൾ പൊട്ടിക്കരയാൻ തുടങ്ങിട്ടോ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇനി എങ്ങോട്ടും പോകുന്നില്ല. ഷെയ്ഖുന ചായ കുടിക്കാൻ ചുണ്ടോട് അടുപ്പിച്ച സമയമായിരുന്നു കേട്ടോ അത്. മഹാനവറുകൾ ചായ കുടി നിർത്തി വന്ന ആളുടെ മുഖത്തേക്ക് നോക്കി. പ്രയാസം അദ്ദേഹത്തിൻ്റെ മുഖത്ത് മഹാനവറുകൾക്ക് കാണാൻ പറ്റിയിട്ടോ. മഹാനവറുകൾ കുടിച്ചതിൻ്റെ ബാക്കി ചായയും കടിയും അദ്ദേഹത്തിന് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇത് കുടിച്ചോളൂ. ശേഷം ഷെയ്ഖുനയുടെ മജ്‌ലിസിൽ പങ്കെടുത്തു. പിന്നെ മഹാനവറുകളുടെ വീട്ടിലേക്ക് പോയി. വീട് എത്തും മുമ്പ് വല്ലാത്തൊരവസ്ഥ. വീട്ടിലെത്തിയപ്പോൾ പണി കഴിഞ്ഞ് ഉപയോഗം തുടങ്ങിയിട്ടില്ലാത്ത ബാത്റൂമിലേക്ക് ഓടി. അരമണിക്കൂറോളം അവിടെ ഇരുന്നു. അസ്വസ്ഥയും വേദനയും സഹിച്ചു കാര്യം സാധിച്ചു. അത്ഭുതം എന്ന് പറയട്ടെ, തന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന മൂത്രത്തിലെ കല്ല് പുറത്തേക്ക് വന്നിരിക്കുന്നു. ഏകദേശം പുളിങ്ങാക്കുരുവോളം വലിപ്പം വരുന്ന ഒരു കല്ലും അല്പം രക്തവും. വീട്ടുകാരാകെ പരിഭ്രമിച്ചിട്ടോ. അല്പനേരം വിശ്രമിച്ചതിന് ശേഷം കല്ല് പുറത്തു വന്ന വിവരം പറയാൻ ഷെയ്ഖുനയുടെ അടുത്തേക്ക് ഓടി. പുഞ്ചിരി കൊണ്ട് ഷെയ്ഖുന ചോദിച്ചു, ഇത്ര വേഗം കല്ല് പോന്നോ? ഇങ്ങനെ തുടങ്ങി ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ. എല്ലാം കൂടി പറയുന്നാൽ ഈ ഒരു വീഡിയോ മതിയാകില്ല. അപ്പോൾ അല്പം ചില കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ വളരെ ചുരുക്കിയിട്ടാണ് നമ്മൾ ഈ ചെറിയൊരു വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ വീഡിയോക്ക് താഴെ അറിയിക്കുക. ഈ വീഡിയോയിൽ എന്തെങ്കിലും തെറ്റുകളോ അമാതകളോ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം അറിയിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം.